നോട്ട്ബുക്ക് എല്ലാം പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലൈഡ് ഡെക്ക് റിവിഷൻ എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര്. ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്ലൈഡും നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നോട്ട്ബുക്ക് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതിനെക്കുറിച്ചാണോ സ്ലൈഡ് ഷോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുക്കുക. നോട്ട്ബുക്ക് എലമെന്റ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മുടെ ഡേറ്റ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ലിങ്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് AI ഏജൻസിനെ കുറിച്ചുള്ളത്. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചാണ് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് സ്ലൈഡ് ഡെക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രത്യേകത നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ ആണോ വേണ്ടത്, അതുപോലെ പ്രസന്റേഷൻ സ്ലൈഡ്സിൽ എങ്ങനെയാണ് ഡിസൈൻ കാര്യങ്ങൾ വേണ്ടത്, ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മുടെ പ്രസന്റേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസന്റേഷൻ. നമുക്ക് ഫുൾ വ്യൂ കാണണമെങ്കിൽ ഇവിടെ ഈ എക്സ്പാൻഡ് ദ വ്യൂവർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിവൈസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇത് പുതിയതായിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ഈ ഒരു ഫീച്ചർ വന്നിട്ട് ഈ ഒരു റിവൈസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്കിവിടെ ദ എറ ഓഫ് ഏജന്റിക് AI എന്ന് ടെക്സ്റ്റ് വേണ്ട, ജസ്റ്റ് ഏജന്റിക് AI അല്ലെങ്കിൽ AI ഏജൻസ് എന്ന് എനിക്ക് ഹെഡിങ് കൊടുത്താൽ മതിയെങ്കിൽ അതെനിക്ക് പറയാം. നമുക്ക് ഓരോ സ്ലൈഡ്സും എടുത്തിട്ട് നമുക്ക് ചേഞ്ച് സ്ലൈഡ് 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ സ്ലൈഡ് 3 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ലൈഡിനും എന്താണ് ചേഞ്ച് വരുത്തേണ്ടത് എന്ന് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ട് റിഫൈൻഡ് അകത്തുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2-3 ചേഞ്ചസ് പറയാം. ഓക്കെ, ചേഞ്ച് ദ ഇമേജ് ഓഫ് AI ഏജൻറ്റ്. അപ്പോൾ ഞാനിവിടെ സ്ലൈഡ് 1-നും സ്ലൈഡ് 2-നും ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ന്യൂ ഡെക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ജനറേറ്റിംഗ് സ്ലൈഡ് ഡെക്ക് റിവിഷൻ എന്ന് പറയുന്ന ഒരു ഇത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ റിവൈസ്ഡ് സ്ലൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നത് ഹെഡിങ് AI ഏജൻ്റ് എന്നാക്കാനായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്ലൈഡിൽ ഇവിടുത്തെ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്കും ഇനി നമ്മുടെ സ്ലൈഡ്സിലുള്ള എഡിറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് പ്രോംപ്റ്റ് വഴി കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും.